കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ കോൾ കർഷകരാണ് ആശങ്കയിലായത്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് പല പാടശേഖരങ്ങളും മുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കരുവാലിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഇവ നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട്, കൊടയാട്ടി, തോട്ടുപുര, അഞ്ചുമുറി, വാരിയം, കോൾപ്പടവ് തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് അധിക വെള്ളം മെയിൻ കനാലിലേക്ക് പമ്പ് ചെയ്തു തുടങ്ങിയതോടെയാണ് കനാൽ നിറഞ്ഞ് ദിശ മാറിയൊഴുകാൻ തുടങ്ങിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിറയെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഈ കനാല് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ കാണുന്നത്. ഇത് നീക്കുന്നതിന് വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരെയും പലരെയും സമീപിച്ചെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ നിറഞ്ഞുകൊണ്ട് വാരിയമ്പടവ്, വിളക്കുമാടം, മഞ്ചുമുറി, തോട്ടുപുര, കുടയാട്ടി തുടങ്ങിയ ഒരു 800 ഏക്കറോളം കൃഷി ചെയ്യാൻ വെള്ളം പമ്പ് ചെയ്യാനും കൃഷി ഇറക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിലുള്ള സംഘം ഡ്രെഡ്ജർ ഉപയോഗിച്ച് ചണ്ടിയും കുളവാഴയും മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെ 7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മെയിൻചാലിലെ കുളവാഴകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. 2 മാസം കൊണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ചണ്ടിയും കുളവാഴയും നീക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അശാസ്ത്രീയമായ രീതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ പടവിലെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഇരിക്കുന്ന സമയമാണ്. ഇനി ഞങ്ങൾക്കുള്ളത് പമ്പിംഗ് ആണ്. ഈ പമ്പിങ് ഞങ്ങൾക്ക് നടത്തുന്നത് ഈ പുറംചാലിലേക്കാണ്. ഈ പുറംചാലിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചണ്ടിയും കുളവാഴയും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഞങ്ങൾ പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്നത് ഈ ചണ്ടി വൃത്തിയാക്കി എടുക്കുന്ന ഭാഗമാണ് കിഴക്കോട്ട് പുള്ള് പാലത്തിൻ്റെ കിഴക്കേ ഭാഗം. അവിടേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുള്ള് റോഡ് കവിഞ്ഞ് വാരിയമ്പടവിലേക്ക് കടന്ന് വീണ്ടും വിളക്കുംപാടത്തേക്ക് വരാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണലൂർ പഞ്ചായത്തിലെ രജമുട്ട് പടവ് മുതൽ പെരുമ്പുഴയിലൂടെ പുള്ളിലേക്ക് എന്ന ക്രമത്തിൽ മെയിൻ കനാൽ വൃത്തിയാക്കിയാൽ മാത്രമേ കനാലിന്റെ ഉള്ളൊഴുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു പകരം പുള്ളുഭാഗത്തു നിന്നാണ് കുളവാഴയും മറ്റും നീക്കം ചെയ്യാൻ തുടങ്ങിയത്. 2 മാസം മുമ്പ് ആരംഭിച്ച വൃത്തിയാക്കൽ എങ്ങുമെത്താതെ നിർത്തിവെച്ച നിലയിലാണിപ്പോൾ. ഡ്രെഡ്ജർ കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണിപ്പോൾ. ഈ നിലയ്ക്ക് കൃഷി ഇറക്കാനായി എല്ലാ പടവുകളും വറ്റിക്കാൻ തുടങ്ങുന്നതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് ബണ്ട് ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി പല പാടശേഖരങ്ങളും മുങ്ങുന്ന സ്ഥിതി ആവർത്തിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. TCV, തൃശൂർ.